നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി മലയാളി സമൂഹം ഒന്നടങ്കം അതിന്റെ പിന്നാലെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് പലർക്കും അതിൽ ഇടപെടാൻ അത്ര താല്പര്യമില്ലാത്തത്? റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 40 കോടിയോളം രൂപ ഈ കൊച്ചു കേരളം, വളരെ ചെറിയ ജനസംഖ്യയുള്ള പൊതുവെ ലോകത്തെ എടുത്തു നോക്കുമ്പോൾ അത്ര പണക്കാരില്ലാത്ത ഈ ഒരു കൊച്ചു കേരളം എന്തുകൊണ്ട് 40 കോടിയോളം റഹീമിന് വേണ്ടി പിരിച്ചെടുത്തു? അതുപോലെ തന്നെ നിമിഷപ്രിയരുടെ ബ്ലഡ് മണിക്ക് വേണ്ടി എന്താണ് ആളുകൾ അതിന് പിരിപ്പിക്കാത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇവിടെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. റഹീമിന്റെ കൊലപാതകം എന്ന് പറയുന്നത് അബദ്ധവശാൽ സംഭവിച്ചൊരു കൊലപാതകമായിരുന്നു. ആ ഡ്രൈവറായിട്ട് റഹീം അവിടെ ജോലി ചെയ്യുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ ഉള്ളിൽ ഘടിപ്പിച്ച യന്ത്രത്തിലേക്ക് അബദ്ധവശാൽ കൈ വരികയും അതോടുകൂടി അവൻ മരണപ്പെടുകയാണ്. കോടതി ആ കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ നിങ്ങൾക്കറിയുള്ളൂ. കൊന്നവനെ തിരിച്ചു കൊല്ലുക, കട്ടാല് കൈവെട്ടുക തുടങ്ങി വളരെ ശിക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തൊരു രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെയുള്ള നിയമങ്ങളും അവിടെയുള്ള നിയമ നടപടികൾ, കോടതികളെല്ലാം വളരെ കൃത്യമാണ്. അവിടെ റഹീമിന്റെ വിചാരണ നടപടികളിൽ കോടതി പോലും അയവ് വരുത്താനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു കൊലപാതകത്തിന്റെ ഗൗരവം വളരെ കുറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഗൗരവം കുറയട്ടെ കൂടട്ടെ, അതിന് പുറത്തു കൊടുക്കാനുള്ള അവകാശം കൊല്ലപ്പെട്ട ബന്ധുക്കൾക്ക് മാത്രമാണ്. അങ്ങനെ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ പിന്നാലെ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂടി അവരെ സമീപിച്ചപ്പോൾ അവര് റഹീമിന്റെ ബ്ലഡിന് വിലയിട്ടത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത കോടികളായിരുന്നു. 1-2 കോടിയല്ല, 40ഓളം കോടി രൂപ. പക്ഷേ അവിടെ കേരളത്തിന്റെ സന്മനസ് മതം നോക്കാതെ, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ നോക്കാതെ അതിനെ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമുക്കത് പിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ അറിഞ്ഞതാണ്. അവള് ചെയ്തിട്ടുള്ളത് അതിക്രൂരമായ കൊലപാതകമാണ്. ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു യമനി പൗരനെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി കൊലപ്പെടുത്തുന്നത്. നിമിഷപ്രിയ ഒരു അമ്മയാണ്, കുട്ടിയുണ്ട്, അവളൊരു പെണ്ണാണ്. ആ ഒരു വേദനയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. പക്ഷേ ഇതുപോലെയുള്ളൊരു കുടുംബവും ഇതുപോലെയുള്ളൊരു മകനുമായിരുന്നല്ലോ ആ യമനി പൗരൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആ ഒരു പൊന്നു മോന്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ അത് ആ കുടുംബത്തിന് വലിയ നഷ്ടം തന്നെയാണ്. ആ കുടുംബം പോലും ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. തന്റെ മകനെ കൊന്നവനിക്ക് മരണം തന്നെ കാണണമെന്നുള്ള ഒരു നിർബന്ധിത വാശിയിലാണ് ആ ഒരു കുടുംബം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊരു ജീവൻ രക്ഷപ്പെടുക എന്നുള്ളത് അത് എത്രയോ വലിയ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നിമിഷപ്രിയയുടെ കൊലപാതകം എന്ന് പറയുന്നത് അതിക്രൂരമാണ്. അതുകൊണ്ടാണ് ആ തദ്ദേശീയർ പോലും, യമനിയിലെ ആ യമനി പൗരൻ കൊല്ലപ്പെട്ട പ്രദേശവാസികൾ പോലും ഈ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള നിയമമാണ്. മുസ്ലിം പ്രാതിനിധ്യം കൂടിയിട്ടുള്ള ഈ രാജ്യങ്ങളുടെ നിയമമാണ് കൊല്ലവനെ തിരിച്ചു കൊല്ലുക, കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നിമിഷപ്രിയക്ക് ആ കൊല്ലപ്പെട്ട ബന്ധുക്കൾ പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലഡ് മണി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുകയാണ് പാവപ്പെട്ട നിമിഷപ്രിയ എന്ന് പറയുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അവർക്കുള്ളിൽ നന്നാവാനുള്ളൊരു മനസ്സുണ്ടാകും. പക്ഷേ അതിന് ഈ ഏകയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കുടുംബത്തെ പൊരുത്തപ്പിടിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു മനസ്സ്, ആ ഒരു അവളുടെ കുട്ടിയെ ഓർത്ത്, അവളുടെ മാതാപിതാക്കളെ ഓർത്ത് എല്ലാം നന്നാവട്ടെ. അവൾ അനുഭവിച്ച ശിക്ഷ, ഈ ഒരു 2012-17 വധശിക്ഷ വിധിക്കുന്നത്. ഈ ഒരു നീണ്ട വർഷം തന്നെ അവൾ അനുഭവിച്ച ശിക്ഷ, ഈ ഒരു തടവെന്ന് പറയുന്നത് അതൊരു ശിക്ഷയായിട്ട് മാറട്ടെ. അവൾക്ക് ആ കുടുംബം മാപ്പ് നൽകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം.